മ്യൂച്വൽ ഫണ്ട് പലർക്കും അറിയാവുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മ്യൂച്വൽ ഫണ്ട് വേണോ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണോ എന്നുള്ള ഒരു സംശയത്തിലാണ്. സ്റ്റോക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും അത്തരത്തിലുള്ള റിട്ടേൺസ് എന്തായാലും മ്യൂച്വൽ ഫണ്ടിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിട്ടേൺസ് ആയിരിക്കും. പക്ഷേ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ്, അവര് ഓൾറെഡി ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോലിയിലോ ബിസി ആയിരിക്കും. ഇത്തരത്തിലുള്ളവർക്ക് സ്റ്റോക്സ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരക്കാർക്ക് മാർക്കറ്റിൽ ആക്റ്റീവായി മാർക്കറ്റ് ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഒരു സ്റ്റോക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാങ്ങിയത് പ്രോഫിറ്റ് എടുത്ത് വിൽക്കാനോ സാധിച്ചെന്ന് വരില്ല. എന്നാൽ അത്രയും വലിയൊരു ഫണ്ട് റേസ് ചെയ്യാതെ തന്നെ അതിന്റെ പോലുള്ള ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്റലിജന്റ് അഡ്വൈസറി പോർട്ട്ഫോളിയോ. ഇന്റലിജന്റ് അഡ്വൈസറി പോർട്ട്ഫോളിയോയെ നമുക്കൊരു മിനി PMS എന്ന് വിളിക്കാവുന്നതാണ്. ഈ പറഞ്ഞ IAP ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഫണ്ട് ഹൗസുകളാണ്. ഇതുപോലെ ഒരു അഗ്രസീവായിട്ട് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്ന വഴി നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു ബെറ്റർ റിട്ടേൺസും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്.